ഓണാഘോഷങ്ങൾക്ക്, ഓണസദ്യയ്ക്ക് 18 കൂട്ടം കറിക്ക് മേമ്പൊടിയായി ദിലീപ് നാദിർഷാ ടീമിൻ്റെ ദേ മാവേലി കൊമ്പത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും കാലം ശ്രവണസൗഖ്യം മാത്രം നൽകിയിരുന്ന ദിലീപ് നാദിർഷാ ഇത്തവണ ദൃശ്യസൗഖ്യം കൂടി വിളമ്പുകയാണ്. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, ആമിനത്താത്തയുടെ മകൻ TV-യിലെ ഒരു സംഗീത മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഉമ്മ ആമിനത്താത്തയ്ക്കും ആശംസകൾ. ഹായ് വ്യൂവേഴ്സ്, മഞ്ഞ പ്രേക്ഷകർക്ക് നോ ഐഡിയ സ്റ്റാർ സിംഗർ സൂപ്പർ മെഗാ കോntestലേക്ക് സ്വാഗതം. ദിസ് ഈസ് ദ എന്റർടൈൻമെന്റ് ഫോർ ദ യൂത്ത് ആൻഡ് ഇറ്റ്സ് ദ ടൈം ഫോർ നോ ഐഡിയ സ്റ്റാർ സിംഗർ. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ഗാനപാഷാണം മാവേലി തമ്പുരാൻ. ലെറ്റ് us welcome Mr. മാവേലി തമ്പുരാൻ to the stage right now. തിരുവേറിയപ്പോഴാ സംഗീതം പഠിച്ചേ? എടോ, അതൊക്കെ ഈ പരിപാടിക്കാരൊരു ട്രിക്കല്ലേ. ഇല്ലാത്തതുണ്ടെന്ന് പറയും, ഉള്ളതില്ലെന്നും പറയും. താനൊന്നും മിണ്ടാതിരിക്കടോ. ഇനി ജഡ്ജസിനെ പരിചയപ്പെടാം. ചിരിക്കുട്ടനും ഭരത്തുമാണ് എന്നത്തെയും പോലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജസ്. അങ്ങനെ കുറ്റം പറയാൻ രണ്ടുപേരെത്തി. So let us start the no idea star singer. ഇന്നത്തെ പാർട്ടിസിപ്പേറ്റ്സിനെ പരിചയപ്പെടാം. ഹായ്, എന്തുതല്ല അവതാരക, ഇംഗ്ലീഷൊക്കെ എത്ര മടിമടിയായിട്ട് പറയുന്നു. പാർട്ടിസിപ്പേറ്റ്. ആദ്യമായി ഞങ്ങൾ ഈ വേദിയിലേക്ക് പാടാൻ ക്ഷണിക്കുന്നു മിസ്റ്റർ തൃപ്രയാർ സുപ്രൻ. നമസ്കാരം ത്രിപുരയാർ സുപ്ര. സുപ്രന്റെ പേരിന്റെ മുമ്പില് എന്നെ പോലെ ഇനീഷ്യലൊന്നും ഇല്ലാത്ത കാരണം സംഗീതത്തിൽ വല്ല ഭാവിയൊന്നും പ്രതീക്ഷിക്കണ്ട. അല്ലേ അണ്ണാച്ചി? പാട്. എന്താത്, എന്തോന്ന് സുപ്ര ഇത് ഒരുമാതിരി മുട്ടനാടിന് ഷോക്ക് അടിച്ച പോലെ കണ്ടോണ്ടിരിക്കുവല്ലേ ജനം. തൃപ്രയാർ സുപ്ര, മോൻ മ്യൂസിക് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, മൊസൈക്കിന്റെ പണിക്ക് പോയിട്ടുണ്ട്. സുപ്രന് സ്വരസ്ഥാനം അറിയോ? ഇല്ല, തലസ്ഥാനം അറിയാം. കേരളം. എന്തിന്റെ? ഇന്ത്യയുടെ. സാധാരണ സുപ്രൻ എത്ര കട്ടയ്ക്ക് പാടാറുണ്ട്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒരു ലോഡ് കട്ടയ്ക്ക് വരെ പാടാറുണ്ട്. ആട്ടെ, ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. നീ ആള് കൊള്ളാലോ. SP യെ കുറിച്ച് എന്താ അഭിപ്രായം? SP നന്നായിട്ട് പ്രയത്നിച്ചാൽ കമ്മീഷണറോ IG ഒക്കെ ആകാം. അത് ശ്രമം പോലെ ഇരിക്കും. സുപ്ര, ആ SP അല്ലേത്? ഇത് പാട്ടുകാരൻ SP ബാലസുബ്രഹ്മണ്യം. മുന്നയല്ല, മണ്യം. തിരുമേനി, ഒരു വാലും തലയും ഇല്ലാത്തവനോട് ബാലസുബ്രഹ്മണ്യത്തെ പറ്റി പറഞ്ഞിട്ട് എന്തോ കാര്യം? സുപ്രൻ ഒരു കാര്യം ചെയ്യ്, തന്റെ ഫാബ്രിക് സോങ് അങ്ങ് പാട്. സംഗതികളൊക്കെ വേണം കേട്ടോ. അതെ, പാടട്ടെ? പാട്. പ്രഥമ മണം വീണ്ടും. നിർത്ത്. എന്തോ സുപ്ര ഇത്? പ്രഥമ മണമല്ല, പ്രമഥ മനം. ഞാൻ ഉദ്ദേശിച്ചു പ്രഥമന്റെ മണം. ഏത് പ്രഥമന്റെ? അടപ്രഥമൻ. എന്ത് പറ്റി മോനെ സുപ്ര? സംഗതികളൊന്നും ഇല്ലല്ലോ. എന്തിന്റെ? പാട്ടിന്റെ. പാട്ടിന് സംഗതിയൊക്കെ ഉണ്ടോ? എന്റെ സുപ്ര, തുടക്കത്തിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായെങ്കിലും ഈ ഇടയ്ക്ക് വന്നപ്പോ ഒട്ടും നന്നായില്ലല്ലോ. വെരി ഗുഡ്. അവസാനമായിപ്പോ തീരെ മോശമായി പോയി. താങ്ക് യു സാർ. അപ്പൊ ഇനി ഞാൻ വാടക വീട്ടിൽ നിന്ന് മാറിക്കോട്ടെ? എങ്ങോട്ട്? നിങ്ങളുടെ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റിലേക്ക്. ഫ്ലാറ്റിലേക്കൊക്കെ കയറാം. അതിന് മുമ്പ് സുപ്രൻ ഒരു കാര്യം ചെയ്യ്, ആദ്യം തീവണ്ടിയിലും ബസ്സിലും ഒക്കെ വയറ്റത്തടിച്ച് പാടി പഠിക്ക്. മനസ്സിലായോ? എന്നാലേ ഈ സംഗതികളൊക്കെ വരൂ. എന്നാ പിന്നെ ഞാൻ വോട്ട് തെണ്ടിക്കോട്ടെ? തെണ്ടിക്കോ. എല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ അല്ലേ? ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് വോട്ട് ചെയ്താൽ ഇനിയും ഇതിൽ കൂടുതൽ തെറ്റുകൾ തെറ്റിക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫ്ലോർ മാറ്റ് ISRO സ്പേസ് തൃപ്രയാർ സുപ്രൻ TTRI പ്രപ്രയാർ SUPP പ്രൻ. നോ ഐഡിയ സ്റ്റാർ സിംഗറിൽ നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റ് മിസ്റ്റർ ഫൈസൽ. ഹായ് ഫൈസൽ. നല്ല സ്മാർട്ട് കുട്ടി, നല്ല സ്വരശുദ്ധി ഉണ്ടല്ലോ ഇവന്. ഇവൻ ഒരു കലക്കും. മോനെ ഫൈസലേ, മോൻ ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? എന്നാ മോൻ നന്നായിട്ട് പാട്. സംഗതികളൊക്കെ വേണം കേട്ടോ. പിന്നെ മുടിഞ്ഞ സംഗതിയല്ലേ, ഞാൻ പാടാം കേട്ടോ. കാട്ടിലെ പാഴ്മുള തട്ടിലിട്ട് കാട്ടിലെ പാലാഴി തീർത്തകളെ. മോനെ എന്തോ അത്? സംഗതികളൊന്നും ശരിയല്ലല്ലോ. ഈ തീർത്തവളെ എന്നല്ല, അത് നീർത്തവളെ അങ്ങനെ പിന്നെ ഈ തവള എന്നൊക്കെ പറയുമ്പോ ചാടണ്ടേ നമ്മള്? ആ സംഗതി ഇങ്ങ് പോരട്ടെ. അല്ലേ അണ്ണാച്ചി? നീ തവളേ കണ്ടോ ആ തവള പോയി പോക്ക് കണ്ടോ? മോൻ ഒറ്റയ്ക്കാന്നോ വന്നിരിക്കുന്നേ? മോന്റെ കൂടെ അംഗത്തുണക്കായി ആരാ വന്നിരിക്കുന്ന ഫൈസലേ? നമ്മുടെ ഉമ്മ. നമ്മളാണ് മാവേലി, ഫൈസലിന്റെ ഉമ്മ ഹിസൈന സാമിന. പിന്നെ എന്തൊക്കെ
എന്തൊക്കെയുണ്ട് ഇത്ത വിശേഷങ്ങള്? എന്തൊക്കെ വിശേഷമുള്ള ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ്. നമ്മളെ മോനെ സ്റ്റാർ സിംഗർ ആക്കൂലേ? ഒറ്റയ്ക്കുള്ളോ? തീരാ വന്നില്ലേ? അപ്പം മ്ലാവേലി സംഭവം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേ. ഞങ്ങള് ഡ്രൈവാഷായി. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞുന്ന്. അതെന്താ നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം? ആ കണ്ണട വെച്ചിട്ട് അയവരക്കട ഭരത് പറയണ ആര് ബീരാനിക്കാക്ക് സംഗതി ശരിയല്ല. ആ ഇപ്പൊ ഞമ്മടെ വീട്ടില് ഞാനും പാട്ടുകാരി, വീരാനിക്കായും പാട്ടുകാരൻ. ഒരു വീട്ടില് 2 പാട്ടുകാര് പായൂല. അതെന്താ അമിത? ഈഗോ വർക്ക് ചെയ്യും. ഞാൻ പുള്ളിയോട് എപ്പോഴും പറയും, പാട്ടുകാരാവുമ്പോ വെളുപ്പിനെ എഴുന്നേറ്റ് സാധകം ചെയ്യണോന്ന്. പാട്ട് തന്നാവണെങ്കിൽ സാധകം ചെയ്യണ്ടേ മാവേലി? അതും വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് സാധകം ചെയ്താലല്ലേ സംഗതി വരുള്ളൂ. ഇങ്ങേര് പച്ചപ്പാതിരക്ക് സാധകം ചെയ്യാൻ വരൂന്നേ. അതും 2.5 കട്ടയ്ക്ക്. ഞമ്മക്കാണെങ്കിൽ 3 കട്ടയ്ക്ക് ശ്രുതി ചേർത്താലേ പാട്ട് വരുള്ളൂ. അങ്ങനെ ഒരു കണക്കിന് ശ്രുതി ചേർത്ത് പാട്ട് ഒപ്പിച്ചു വരുമ്പോഴേക്കും ഈ കാക്ക പിച്ചൗട്ടാവും. പിന്നെ താളം ഒരു വൈക്ക്, ശ്രുതി ഒരു വൈക്ക്, ഇക്കാട വൈക്ക്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകും. അത് കാരണം ഞങ്ങൾ തമ്മിൽ ഡ്രൈവേഴ്സായി. ഇനി എന്റെ ഒരൊറ്റ പ്രതീക്ഷ, എന്റെ മോൻ പൈസല്ലാണ്. ഇവൻ ഈ പരിപാടിക്ക് പാടി ഒന്നാമനാവണം മാവേലി. അതിന് ഇവന്റെ കാട്ടിലെ പാ ശരിയല്ലല്ലോ ഇതാ. അവൻ പായിട്ടതിലല്ലേ കുഴപ്പമുള്ളൂ. അവന് ഒരു പ്രാവശ്യം കൂടി പാടാനുള്ള അവസരം കൊടു. ഏതായാലും മാവേലി പറഞ്ഞത് മാനിച്ച് ഫൈസലിന് ഒരു അവസരം കൂടി അങ്ങ് കൊടുത്തേക്കാം. അല്ലേ എണ്ണാച്ചി? ആ ശരി ശരി, ഇത്താടെ മോൻ ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. മോൻ പാടി തുടങ്ങുന്നതിന് മുമ്പ് ഇത്താക്ക് മോൻ എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഉപദേശം കൊടുക്കാൻ ഞാൻ മാത്രമല്ല, വേറൊരാൾ കൂടി